ഹലോ എവരി വൺ, എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ CSEB എക്സാം, JCI എക്സാം, അതേപോലെ അപെക്സ് ബാങ്ക് എക്സാമിനൊക്കെ കുറേ സെക്ഷൻസും റൂൾസും ചോദിച്ചു വരുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആ എക്സാമുകളിലൊക്കെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള റൂൾസും സെക്ഷനും അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസും സെക്ഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അതിലേക്ക് കടക്കും മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് സെക്ഷൻസ്. അതായത് നമ്മൾക്ക് ഒരുപാട് റൂൾസും സെക്ഷൻസൊക്കെ ഇല്ലേ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വലിച്ചു വാരി പഠിക്കണ്ട, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. എന്ന് വെച്ചാൽ മറ്റേത് പഠിക്കണ്ട എന്നല്ല, ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് മറ്റുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ പഠിക്കുക. അപ്പോൾ നമ്മുടെ ഈ കോപ്പറേറ്റീവ് ലോന് 2 പാർട്ടുകളാണുള്ളത്. ഒന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂളും. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫോം ചെയ്തിട്ടുള്ളത് 15th മെയ് 1916 15/5/1969 ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് റൂള്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി റൂൾ ഫോം ചെയ്തിരിക്കുന്നത് 14 ജൂലൈ 1969. അപ്പോൾ ഇതിൽ സെക്ഷൻ ഉള്ളത് 1 മുതൽ 110 വരെ സെക്ഷൻസാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിലുള്ളത്. അതേപോലെ തന്നെ 1 മുതൽ 201 വരെ റൂളുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതുവരെ CSEB എക്സാം, JCI എക്സാം, അതേപോലെ അപെക്സ് സൊസൈറ്റി എക്സാം, ബാങ്കുകളുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള റൂൾസും സെക്ഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനർത്ഥം ഇത് മാത്രം പഠിച്ചാൽ മതിയെന്നല്ല, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള സെക്ഷൻസും റൂളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇതോടൊപ്പം തന്നെ മറ്റുള്ള സെക്ഷൻസും റൂളുകളും മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാകണം. സോ നമുക്ക് നോക്കാം ഓരോന്നെന്താണെന്ന്. നമ്മൾ സെക്ഷനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം ഓരോ സെക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എന്താണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സോ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2F. സെക്ഷൻ 2Fൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ് 2F. ദെൻ നമ്മളതിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് ആദ്യം നമ്മളെന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ ഫോം കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, 2 കഴിഞ്ഞ് നേരെ 6ലേക്കാണ് വരിക. സെക്ഷൻ 6ൽ നമ്മൾ എന്ത് ചെയ്തു, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. സെക്ഷൻ 6 എന്തിനെ പ്രതിപാദിക്കുന്നു, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ പ്രതിപാദിക്കുന്ന സെക്ഷനാണ്. ഇനി അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് ബന്ധപ്പെട്ട അധികാരികൾ ആ രജിസ്ട്രേഷനുമായി സംബന്ധിച്ചിട്ട് പ്രൊസീജിയേഴ്സ് ചെയ്യും അല്ലേ. അപ്പോൾ സെക്ഷൻ 6 6 എന്നുള്ള നമ്പർ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഏതിലേക്കാണ് വരിക, 7ലേക്കാണ് വരിക. അപ്പോൾ 7ലാണ് സെക്ഷൻ 7 ആണ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഡീൽ ചെയ്യുന്നത്. ഇനി രജിസ്ട്രേഷൻ പ്രൊസീജിയറൊക്കെ ഡീൽ ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമുക്കെന്ത് കിട്ടും, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. അപ്പം 7 കഴിഞ്ഞിട്ട് ഏതാ നമ്പർ വരിക, 8ആണ് നമ്പർ വരിക. അപ്പോൾ സെക്ഷൻ 8ൽ നമുക്ക് എന്ത് കിട്ടി, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ എന്താണ്, സെക്ഷൻ 8 ഡീൽ ചെയ്യുന്നത് നമ്മളെന്താണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ സെക്ഷൻ 2F കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെക്ഷൻ 6 അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, സെക്ഷൻ 7 രജിസ്ട്രേഷൻ പ്രൊസീജിയർ, സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷനാണ് സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്. അതായത് നമുക്ക് ഓൾറെഡി ഒരു ബൈലോ ഉണ്ട്, അപ്പോൾ അതിന് അമെൻമെൻറ്റ് ചെയ്യണമെങ്കിൽ, അതായത് 1 പകരം 2 ആക്കണമെങ്കിൽ, അപ്പോൾ അങ്ങനെ നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാം. അതിനെയാണ് നമ്മൾ എന്താ പറയുക, അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്. അപ്പോൾ സെക്ഷൻ 12 1 പകരം 2 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അമെൻമെൻറ്റോ, അത് ആ സെക്ഷനാണ് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 17 ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്, എക്സ്പൾഷൻ ഓഫ് മെമ്പർഷിപ്പ്. സെക്ഷൻ 17 എക്സ്പൾഷൻ ഓഫ് മെമ്പർഷിപ്പ്. അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. അതായത് സെക്ഷൻ 17 നമ്മുടെ 17ാമത്തെ വയസ്സിൽ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു. സോ അത് നമുക്ക് 18 വയസ്സ് തികയാതെ നമുക്ക് എന്ത് കിട്ടില്ല, സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടില്ല. സോ 17 വയസ്സിൽ നമ്മൾ മെമ്പർഷിപ്പിന്
അപ്ലൈ ചെയ്യുന്നു. 17 വയസ്സായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അത് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. സെക്ഷൻ 70 എന്നുള്ളത് എക്സ്പൾഷൻ ഓഫ് മെമ്പർഷിപ്പ്. ആക്ച്വലി എക്സ്പൾഷൻ ഓഫ് മെമ്പർഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് സൊസൈറ്റിക്ക് എതിരെ ഉള്ള സൊസൈറ്റിയുടെ ഒബ്ജക്റ്റിനെതിരെ പ്രവർത്തിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മറന്നും കാരണങ്ങളാണ് മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. 17 വയസ്സിൽ നമ്മൾ മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെല്ലായി പോകുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം ഇത്രയും സെക്ഷൻ 2F എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 6 അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. സെക്ഷൻ 7 രജിസ്ട്രേഷൻ പ്രൊസീജിയർ. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്. സെക്ഷൻ 17 എക്സ്പൾഷൻ ഓഫ് മെമ്പർഷിപ്പ്. നെക്സ്റ്റ് സെക്ഷൻസ് നോക്കാം. സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറാണ്. അതായത് 18 വയസ്സിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ എന്തായി മാറും? നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട് മാറും. അങ്ങനെ കണക്ട് ചെയ്യാം. ദെൻ സെക്ഷൻ 21 വോട്ടിംഗ് പ്രൊസീജിയറാണ്. സെക്ഷൻ 21 വോട്ടിംഗ് പ്രൊസീജിയർ അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? അതായത് ഇന്ത്യയിൽ ജെൻസിൻ്റെ മാരേജ് ഏജ് മിനിമം എത്രയാണ്? 21 ആണ്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്താണ്? 21 എന്ന് പറയുന്നത് എന്താണ്? വോട്ടിംഗ് പ്രൊസീജിയറാണ്. അപ്പോൾ സെക്ഷൻ 21 എന്താണ്? വോട്ടിംഗ് പ്രൊസീജിയർ. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് 24 റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർസ്. സെക്ഷൻ 25 ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ഡെത്ത് ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 25 ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ഡെത്ത് ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ഡാഷ് എവരി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൽ എക്സൈസ് ഹിസ് വോട്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? സെക്ഷൻ 21. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3-4 പ്രാവശ്യം CSAB എക്സാമുകൾക്ക് അങ്ങനെ തന്നെ ചോദിച്ചതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 21 പ്രകാരമാണ് സൊസൈറ്റി ഷാൽ എക്സൈസ് ഹിസ് വോട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് സെക്ഷൻ നോക്കാം ഏതൊക്കെയാണെന്ന്. സെക്ഷൻ 28. സെക്ഷൻ 28 അത് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി. സെക്ഷൻ 28A റിസർവേഷൻ ഓഫ് വിമൻ ആൻഡ് SC/ST മെമ്പേഴ്സ്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാം? 28ൽ കമ്മിറ്റിയെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അപ്പോൾ 28A എന്ത് വേണം? നമുക്ക് വിമൻ കമ്മിറ്റിയിൽ ആരൊക്കെ വേണം? വിമൻസ് വേണം. അപ്പോൾ വിമനും SC/ST മെമ്പേഴ്സും ഒക്കെ വേണം. അപ്പോൾ 28A എന്തെന്ന്? റിസർവേഷൻ ഫോർ വിമൻ ആൻഡ് SC/ST മെമ്പേഴ്സ്. അതേപോലെ എന്താണ്? അങ്ങനെ കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് ചെയ്താൽ എന്ത് വേണം? പിന്നീട് ജനറൽ ബോഡിയൊക്കെ നടക്കും. അപ്പോൾ അതാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി. സെക്ഷൻ 30 സ്പെഷ്യൽ ജനറൽ ബോഡി. സെക്ഷൻ 34 സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്. ദെൻ സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. സെക്ഷൻ 62 ഗ്രാറ്റുവിറ്റി. സെക്ഷൻ 62 ഗ്രാറ്റുവിറ്റി. സെക്ഷൻ 65 ഇൻക്വയറി ഓഫീസർ 1 year. Then section 68 സർചാർജ്. അതേപോലെ സെക്ഷൻ 68A വിജിലൻസ് ഓഫീസർ. ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ 68A വിജിലൻസ് ഓഫീസർ. നെക്സ്റ്റ് ആണ് സെക്ഷൻ 69 ആർബിട്രേഷൻ. സെക്ഷൻ 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്. സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. സെക്ഷൻ 74 cancellation of registration of society. Section 88 CCU. Section 89 SCU. Section 90 cooperative society affiliated to SCU. Section 109 power to make rules. അതായത് ഏറ്റവും ഹൈ ആയിട്ടുള്ളത് 100ന് മുകളിൽ അവിടെ എന്തുണ്ട്? പവർ ഉണ്ട്. അപ്പോൾ 109 എന്ന് പറയുന്നത് പവർ ടു മേക്ക് റൂൾസ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസുകൾ നമുക്ക് നോക്കാം. റൂൾ 3 അപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ. റൂൾ 3 അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടായിരിക്കും ബാക്കി വരുന്നത്. അപ്പോൾ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുത്താൽ എന്താവും? നെക്സ്റ്റ് എന്താണ്? സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ആയിരിക്കും. അപ്പോൾ റൂൾ 4 എന്താണ്? രജിസ്ട്രേഷൻ. അതേപോലെ എന്താണ്? നെക്സ്റ്റ് എന്താണ്? രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ബൈലോസ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ റൂൾ 5 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. അതേപോലെ നെക്സ്റ്റ് ആണ് 6 മോഡൽ ബൈലോ. ദെൻ എന്താണ്? റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡി. റൂൾ 9 അമെൻമെൻറ്റ് ഓഫ് ബൈലോ. റൂൾ 15 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി. റൂൾ 16A ഐഡൻറ്റിറ്റി കാർഡ്. റൂൾ 16A ഐഡൻറ്റിറ്റി കാർഡ്. Then rule 18 expulsion of members.
റൂൾ 18 എക്സ്പ്രഷൻ ഓഫ് മെമ്പേഴ്സ്, അതിൻ്റെ സെക്ഷൻ എത്രയായിരുന്നു? സെക്ഷൻ 17 ആയിരുന്നു എക്സ്പ്രഷൻ ഓഫ് മെമ്പേഴ്സ്. ഇവിടെ റൂൾ എത്രയായിരുന്നു? റൂൾ 18 ആണ് എക്സ്പ്രഷൻ ഓഫ് മെമ്പേഴ്സ്. റൂൾ 29 ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സൊസൈറ്റീസ്. റൂൾ 31 പീരിയഡ് ഫോർ കീപ്പിംഗ് ബുക്സ് ഇൻ ദ സൊസൈറ്റീസ്. അതായത് 31-ാം തീയതി ആകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ബുക്കൊക്കെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണം, അല്ലെങ്കിൽ എല്ലാം കീപ്പ് ചെയ്ത് വെക്കണം. അപ്പം അല്ലെങ്കിൽ അസൈൻമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് 31-ാം തീയതി കംപ്ലീറ്റ് ആക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനെ കണക്ട് ചെയ്യാം നമുക്കത്. ഓക്കെ. ദെൻ റൂൾ 34 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ദെൻ റൂൾ 36 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. Then rule 37 government nominees in committee. Then rule 40 remuneration to the committee or administrator. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് നോമിനീസിന് റെമ്യൂണറേഷൻ കൊടുക്കണം എന്ന് ഓർത്താൽ മതി. അപ്പോൾ 37 ദെൻ റൂൾ 40 3 വർഷം കഴിഞ്ഞിട്ട് 37 നിന്ന് 3 വർഷം കഴിഞ്ഞിട്ടാകുമ്പോൾ, അതായത് പ്രൊമോഷൻ കിട്ടിയിട്ടാകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? റെമ്യൂണറേഷൻ കൊടുക്കണം. അങ്ങനെ നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാം. ദെൻ റൂൾ 43 ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. അവിടുന്ന് പിന്നെയും 3 വർഷം കഴിഞ്ഞിട്ടാകുമ്പോൾ, അതായത് 40 43 3 വർഷം കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റിനെ ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ദെൻ റൂൾ 45 ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ്. റൂൾ 51A ഗഹാൻ. ദെൻ റൂൾ 53 എഡ്യൂക്കേഷൻ ഫണ്ട്. റൂൾ 53 എഡ്യൂക്കേഷൻ ഫണ്ട്. റൂൾ 54 മാനർ ഓഫ് ഇൻവെസ്റ്റിംഗ് ഫണ്ട്. റൂൾ 54 മാനർ ഓഫ് ഇൻവെസ്റ്റിംഗ് ഫണ്ട്. റൂൾ 58 പ്രോവിഡൻറ്റ് ഫണ്ട്. അതായത് നമുക്ക് 58 വയസ്സൊക്കെ ആകുമ്പോൾ PF ഒക്കെ കിട്ടും, ആ രീതിയിൽ PF ഒക്കെ പിൻവലിക്കാം എന്നുള്ള ആ രീതിയിൽ കൊടുത്താൽ മതി പ്രോവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ തന്നെ കിട്ടുന്ന മറ്റൊരു ആനുകൂല്യമാണ് 59 ഗ്രാറ്റുവിറ്റി. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. പ്രോവിഡൻറ്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും കിട്ടിയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളത് എങ്ങനെയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും റിസർവ് ഫണ്ടായിട്ട്. അപ്പോൾ അതാണ് റൂൾ 60. അപ്പോൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. റൂൾ 60 മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ട്. അപ്പോൾ റൂൾ 58 എന്ന് പറയുന്നത് പ്രോവിഡൻറ്റ് ഫണ്ടാണ്, 59 ഗ്രാറ്റുവിറ്റി, ദെൻ 60 എന്ന് പറയുന്നത് എന്താണ്? മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ട്. അതായത് നമ്മൾ വയസ്സൊക്കെ ആയി നമ്മൾ റിസർവ് ഫണ്ടെല്ലാം എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ ആലോചിക്കുന്ന രീതി കണക്ട് ചെയ്താൽ മതി. ദെൻ റൂൾ 62 എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെറ്റ് ആൻഡ് ലോസസ്. റൂൾ 63 മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ്. റൂൾ 64 ഓഡിറ്റ്. റൂൾ 64A ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ. റൂൾ 64B audit report. Rule 65 audit fees. Rule 69 last general body. Rule 126 constitution of CCU. Rule 182 classification of societies based on section 80. Rule 182A powers and functions of CSEB. Rule 183 age limit. Rule 184 probation. Rule 185 promotion. Rule 186 qualification. 88 staff pattern. Rule 190 leave rules. Rule 191 medical aid. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസും റൂൾസും. സമയം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? കേട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ എല്ലാം മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണം? കുറേ സമയം നമുക്ക് അവസരങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? കേട്ട് പഠിക്കുക. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.